യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ സോനെ മാത്രമല്ലേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്തെങ്കിലും പറഞ്ഞാലും നീ ഒന്ന് വായടച്ച് മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? എന്തിനാടി നീ എന്നെ കൊണ്ട് ഇങ്ങനെ ചക്രശ്വാസം വലിപ്പിക്കുന്നത്? ഞാൻ അവളെ വേദനിപ്പിക്കണമെന്ന് കരുതി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനേട്ടിന് തോന്നുന്നുണ്ടോ? പിന്നെ നീ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ സോന പിന്നെ എന്തിനാ ഇറങ്ങിപ്പോയത്? അവക്ക് വിഷമം തോന്നുന്ന എന്തെങ്കിലും നീ കുത്തി കുത്തി പറഞ്ഞു കാണും. ഇവിടെ എന്താ ഉണ്ടായെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രേട്ടാ? സോനയുടെ ഭാഗത്തൊരു തെറ്റ് കണ്ട അത് തിരുത്താൻ ഉപദേശിക്കാനുള്ള അധികാരം എനിക്കില്ലേ? അവൾ അതിന് എന്ത് തെറ്റാനടി ചെയ്തത്? വിജയൻ ഒരു കള്ളനാ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പറ്റിച്ചവനാ. അഥവാ അവൾ അവനെ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കെന്താ? നിന്റെ അമ്മാവന്റെ മോനൊന്നും അല്ലല്ലോ അവൻ. അല്ലെങ്കിൽ തന്നെ ആ കള്ളം വിജയനെയും സോനയുടെ ഭർത്താവിനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ നീ ആരടി? തൊക്കടി സാഹിബിന്റെ മോളോ? അമ്മേ, ദയവ് ചെയ്തിങ്ങനൊന്നും പറയല്ലേ. സോനയ്ക്ക് കുറച്ചുകൂടെ മാന്യമായിട്ട് വിജയനോട് പെരുമാറാമായിരുന്നെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മുമ്പൊക്കെ ഞാൻ പറയുന്ന അവൾ അനുസരിക്കുമായിരുന്നു. പക്ഷെ കുറച്ചു ദിവസമായിട്ട് അങ്ങനെയല്ല. എന്നോട് ഇന്ന് വൈരാഗ്യമുള്ളത് പോലെയാ അവള് പെരുമാറുന്നൊക്കെ. കണ്ടില്ലടാ, കണ്ടില്ലേ? എന്റെ മോളെ ഇവിടുന്ന് ഇറക്കി വിട്ടതും പോരാഞ്ഞ് എല്ലാ കുറ്റവും അവളുടെ തലയെ കെട്ടിവെക്കാൻ നോക്കുക നിന്റെ ഭാര്യ. ബാക്കിയൊക്കെ പോട്ടെ. വീട്ടിലെ പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് സാധാരണമാണെന്ന് വെക്കാം. പക്ഷേ സോന കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നീ ഒന്ന് തടയണ്ടേടി. ഞാൻ അവളുടെ കാല് പിടിച്ച് കെഞ്ചിന്ന് പറഞ്ഞില്ലേ ഇന്ദ്രേട്ടാ? അങ്ങനെയല്ല മോളെ. വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അവൾ ഇവിടെ ഇറങ്ങി പോകാതെ നോക്കേണ്ടത് നിന്റെ കടമയായിരുന്നു. എന്റെ പേരിൽ ഒരു പഴി അടിച്ചേൽപ്പിക്കാൻ സോന തീരുമാനിച്ച എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാനുമേ? മതിയടി, നിർത്ത്. നീ വീണ്ടും വീണ്ടും സോനെ കുറ്റപ്പെടുത്തുവാണോ? അവൾ ഇറങ്ങിപ്പോയതൊരു കുറ്റമല്ലേ ഇന്ദ്രേ?